ഇന്ന് നമ്മൾ അരിപ്പൊടി കൊണ്ട് ചെയ്യാവുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, വൈകുന്നേരം ചായയുടെ കൂടെ വെറുതെ കഴിക്കാനും ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അരിപ്പൊടിയും കോഴിമുട്ടയും തേങ്ങ ചിരവിയതും മാത്രമാണ് കേട്ടോ എടുക്കുന്നത്. ആദ്യം തന്നെ ഞാനിത് തയ്യാറാക്കാനുള്ള ഒരു ചട്ടി അടുപ്പത്തേക്ക് വെക്കുകയാണ്. ഉണ്ണിയപ്പ ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഉണ്ണിയപ്പ ചട്ടി ഇല്ലാത്തവർക്കും ഇത് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്ടി ചൂടാവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ബാറ്റർ ഉണ്ടാക്കാം. ഞാനിവിടെ 3/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 2 കോഴിമുട്ടയാണ് ചേർക്കുന്നത്. ഞാൻ നാടൻ കോഴിമുട്ടയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ വളരെ ചെറുതായിരുന്നു, അതുകൊണ്ടാണ് 2 എണ്ണം ചേർത്തത്. വലിയ കോഴിമുട്ട ആണെങ്കിൽ 1 മതി. അപ്പോൾ ഇതത് 3 ഒരു ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട്. ബൗളിലേക്ക് ചേർക്കണമെന്നൊന്നുമില്ല, നേരിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ബൗളിലേക്ക് ചേർത്തു എന്ന് മാത്രം. ആദ്യം മിക്സിയുടെ ജാറിലേക്ക് 3/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അടിയിൽ അരിപ്പൊടി കട്ട കെട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം തന്നെ വെള്ളം ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് അരിപ്പൊടിയും തേങ്ങയും കോഴിമുട്ടയൊക്കെ നമ്മൾ എടുത്ത് വെച്ചില്ലേ, അത് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഇപ്പം തന്നെ ചുട്ടെടുക്കാം കേട്ടോ. മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. പിന്നെ ഇതിലേക്ക് ബേക്കിംഗ് സോഡ പോലെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കണ്ട കേട്ടോ. എന്നാലും നമുക്ക് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതാ ഉണ്ണിയപ്പ ചട്ടിയിൽ ഓരോ കുഴികളിലും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് ഒഴിക്കണമെന്നൊന്നുമില്ല, ഒന്ന് പുരട്ടിയെടുത്താലും മതി കേട്ടോ. ഇനിയിപ്പോൾ എണ്ണയിൽ ഫ്രൈ ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഉണ്ണിയപ്പ ചട്ടി ഇല്ലാത്തവർക്കും ഇത് ഉണ്ടാക്കാമെന്ന്. നമ്മൾ സാധാരണ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ മാവ് ഒന്നുകൂടെ തിക്കായിട്ട് എടുക്കണം അങ്ങനെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ പരന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് എണ്ണയിലേക്ക് ഒഴിക്കുമ്പോൾ. പിന്നെ ഉണ്ണിയപ്പ ചട്ടി ഇല്ലാതെ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരു തവിയിലൊക്കെ ഒഴിച്ചിട്ട്. അങ്ങനെ നിങ്ങൾക്കിത് ഈ ഒരു ഷേപ്പിൽ കിട്ടണമെങ്കിൽ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ എണ്ണയൊന്നും അധികം യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം കേട്ടോ. ഇനി എണ്ണ തീരെ ഒഴിക്കാതെ നമുക്കിത് ചുട്ടെടുക്കാം, എന്നാലും നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഒരു ഭാഗം റെഡിയായപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്യാൻ, എന്നാലേ അരിപ്പൊടിയൊക്കെ നല്ല പോലെ വെന്ത് കിട്ടുള്ളൂ. പച്ചരിയുടെ പോലെയല്ല, അരിപ്പൊടി എന്ന് പറയുമ്പോൾ വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വറുത്ത അരിപ്പൊടി ആണെങ്കിൽ പ്രത്യേകിച്ച്. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ റെഡിയായി വന്നപ്പോൾ ഞാനിതാ ഒരു സ്ക്വയറിൽ ഇതിങ്ങനെ കുത്തിയെടുക്കുകയാണ്. നമ്മൾ പണ്ടൊക്കെ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കുത്തിയെടുക്കല്ലേ ചെയ്തിരുന്നത്. നല്ല ഭംഗിയാണല്ലോ അത് കാണാൻ തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഒരു അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ് കേട്ടോ. ഞാൻ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഉള്ളിലൊക്കെ ആരെടുത്ത് നമ്മളിപ്പോൾ മാവ് കൂട്ടി വെക്കൊന്നും ചെയ്തിട്ടില്ല, എന്നിട്ടും നല്ല ആരൊക്കെ എടുത്താൽ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, നിങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടമാവും. നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്